ഓ മുടിഞ്ഞ വെയിറ്റ്. ഇന്നെന്തായാലും കോളൊത്ത്. പൂർണ്ണചന്ദ്രനെ കാണാൻ എന്ത് രസം. വണ്ടർഫുൾ. ആരാ? എന്റെ അമ്മോ നടുപോയി. അയ്യോ അമ്മൂമ്മ വിളിക്കുന്നു. താഴെ കഥവെല്ലാം തുറന്നു നടക്കുക. എല്ലാം കള്ളം കൊണ്ടുപോയി കാണും. എന്റെ അമ്മോ. എന്റെ അമ്മോ. അയ്യോ നടുവിന്നേം പോയി. അയ്യോ എല്ലാം പോയി കാണുവേ എന്റെ അമ്മോ. അതാ കഥവൊക്കെ തുറന്നു നടക്കുന്നു. എല്ലാം പോയി എന്റെ അമ്മോ. ആശ്വാസമായി. എല്ലാം പോയി എന്റെ അമ്മോ. അയ്യോ. അങ്ങനെ അച്ചു ആ മോഷ്ടിച്ച 10 ലക്ഷം രൂപ കൊണ്ട് ഒരു വലിയ വീട് വാങ്ങി. ഹലോ. അണ്ണ, നമ്മുടെ മറ്റേ വീടിന് എന്ത് പറ്റി? അണ്ണ ഇപ്പൊ എവിടെയാ? നീ ആ വളവരുന്നെങ്കിൽ നേരെയാ. ഒരു 2 നില വീട്. ശരി. കൊള്ളാലോ അണ്ണന്റെ പുതിയ വീട്. Come in. Haha, welcome to my palace. Come in, sit down, baby. അണ്ണ ഈ വീട് എങ്ങനെ ഒപ്പിച്ച്? Oh, that's a big story. മലയാളത്തിൽ പറഞ്ഞാ മതി. അതൊരു വലിയ കഥയാണ്. അപ്പ അണ്ണൻ സ്വാമിപ്പണിയൊക്കെ മതിയാക്കി. നിർത്തിയില്ലടി. ഇപ്പം നീ കണ്ടോ, നല്ലൊരു കോള് വരുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് വന്നത് കാര്യം എന്റെയിലാണെങ്കിൽ കൊടയില്ലായിരുന്നു. എടി കഴുതേ, ചുമ്മാ അല്ല നീ 10ാം ക്ലാസ്സിൽ 10 തവണ പൊട്ടിയത്. എടി നീ ആളോട് നിൽക്കാൻ പറ. ഞാൻ പെട്ടെന്ന് ഒരുങ്ങിയിട്ട് വരാം. ആരാ? എനിക്ക് സ്വാമിയെ ഒന്ന് കാണണമായിരുന്നു. കുറച്ചേരം വെയിറ്റ് ചെയ്യണം. സ്വാമി ഒരു പുനർജന്മ എന്തെങ്കിലും ആട്ടെ. ഞാൻ പേരങ്ങ് മറന്നു. ഒരു പൂജ നടത്തിക്കൊണ്ടി. അതെന്തുവാ ഈ പുനർജന്മ? അത് പുനർജന്മയല്ല, പുനർജർമ്മനി. എന്തെങ്കിലും ആവട്ടെ. എനിക്കെന്തായാലും സ്വാമി അത്യാവശ്യമായിട്ടൊന്ന് കാണും. നിങ്ങൾ കുറച്ചേരം ഇവിടെ ഇരിക്കും. ഞാൻ ഇപ്പൊ വരാം. ഇതാരാ ഇത്? നിങ്ങൾക്ക് എന്താ വല്ല പനിയും പിടിച്ചാ? മൂടിയിരിക്കുന്നു. നീ അയാളോട് വരാൻ പറ. സ്വാമി, ഞാൻ അകത്തേക്ക് വരട്ടെ? ആസനസ്ഥനായാലും 10 ലക്ഷം രൂപ മോഷണം പോയി. അതെ സ്വാമി. അതെങ്ങനെ മനസ്സിലായി? ഞാനല്ലേ ഒന്ന് മോഷ്ടിച്ചത്, പിന്നെന്ത്? അത് എന്റെ ദിവ്യശക്തി കൊണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തതാണ്. അത്രേ ഉള്ളൂ. മനസ്സിലാക്കിയെടുത്തതാണ്. എന്റെ പണം മോഷിച്ചവന്റെ തലയിൽ ഇടുത്തി വീഴണേ എന്റെ ഈശ്വരാ. അങ്ങനെയൊന്നും പറയരുത്. എന്താണ് ഇതിനൊരു പരിഹാരം? ഇപ്പോൾ കിട്ടിയ തുകയുടെ പകുതിയുടെ പകുതി എനിക്ക് തന്ന് ഇവിടെ വച്ച് ഒരു സ്വർണ്ണ വിഗ്രഹം പണിത് തരിക. ഏതെങ്കിലും ഒരു സ്വാമി കൊടുത്താൽ മതി. എനിക്ക് എന്നാലും ഒരു കുഴപ്പമില്ല. 2 ആഴ്ച കഴിഞ്ഞ് തന്നാ പോരെ?
മതി, ധാരാളം മതി. നീ എന്നെ പറ്റിച്ചല്ലേ? എന്റെ പൈസ എടുക്കുമല്ലേ? എന്റെ 10 ലക്ഷം രൂപ നീ മോഷ്ടിക്കുമല്ലേ? കാണിച്ചു തരടാ നിന്നെ. നീ തന്നെ വരുത്തി വെച്ച വിനയാണിത്. എത്ര പേരെയാണ് നീ ഇങ്ങനെ പറ്റിച്ചത്? നിനക്കിപ്പോൾ ഉറക്കം കിട്ടുന്നില്ല അല്ലേ? ഇനിയെങ്കിലും നീ ഒന്ന് നന്നാവും. കുറെ മെന്റൽ പേഷ്യൻസിനെ ചികിത്സിച്ചല്ലേ അവസാനം ഇവർക്കും വട്ടായി കാണും. ഡോക്ടർ, ഡോക്ടർ! ഇത് ഡോക്ടർ അഞ്ജു ജേക്കബ്, സൈക്കാട്രിസ്റ്റ്, വലിയ സംഗീതപ്രിയൻ. 5-6 ഗസലുകൾ ഇറക്കി, പക്ഷെ എല്ലാം പൊട്ടിപ്പോയി. മാറ്, എനിക്കൊരു അസുഖമുണ്ട്. എന്താണ് പ്രശ്നം? ഡോക്ടർ, എനിക്ക് കുറേ നാളായി ഭയങ്കര വയറിളക്കം. എനിക്ക് തോന്നുന്നത് മെന്റൽ ഡിസൂസിയുടെ ലക്ഷണമാണെന്നാണ്. ഡോക്ടർ വല്ല മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്ത് തരണം. എണീക്കാൻ അല്ല, ഈ